അപ്പം ഇനി ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം ഗൈസ്. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസമായി ലൈവൊക്കെ വന്നിട്ടെന്ന് എനിക്കറിയാം. എൻ്റെ RP ഒക്കെ കളിച്ചിട്ടെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ ഫസ്റ്റ് സൂപ്പർ ചാറ്റാണ്. എനിക്കൊരു ജോബ് കിട്ടിയാണ്. ഫസ്റ്റ് സാലറിയിൽ നിന്ന് ഈഗിളിന് സൂപ്പർ ചാറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ഡൗൺ ടൈമിൽ ഈഗിൾ ബ്രോയുടെ ലൈവ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു നിഞ്ച ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 200 റുപ്പീസ് സൂപ്പർ ചാറ്റ് ബ്രോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. മീൻസ് അലോട്ട് ബ്രോ. ഒരുപാട് സന്തോഷം. ആൻഡ് കൺഗ്രാറ്റ്സ് ഫോർ യുവർ ന്യൂ ജോബ്. ലവ് യു ഈഗിൾ ബ്രോ. കൽക്കി ബ്രോ, താങ്ക് യു സോ മച്ച് 100. സോ അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ കുറച്ച് ദിവസം ഈ പറയണത് പോലെ ഞങ്ങൾ RPയും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്നത് ഇങ്ങനൊരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് വന്നിട്ട് ചുമ്മാ കോൺട്രവേഴ്സിയും അടിയും വഴുക്കൊക്കെ ഉണ്ടാക്കി ഒരു ലൈവ് ഇടാൻ തീരെ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ലൈവ് വരാതിരുന്നത്. സോ എനിക്ക് അതിൽ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിൽ എനിക്ക് അതിപ്പോൾ ഒരാളോടത്തുള്ള ഇഷ്യൂ ഒന്നുമല്ല. ഇപ്പോൾ അത് ഞാനും റിബലുള്ള ഇഷ്യൂവിൻ്റെ അപ്പാർട്ടായിട്ട് അതിൻ്റെ പുറത്ത് സംസാരിച്ച് എനിക്ക് അതിൽ കുറച്ച് ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ട് ശരിയാവാത്ത രീതിയിൽ തോന്നി എനിക്ക്. അതിലേക്ക് അവരാണേലും ഞാനാണേലും ട്രിഗേർഡായിരുന്നു. ആൻഡ് അത് എനിക്ക് അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു. ആൻഡ് അതിൽ കുറച്ച് പേരെ എനിക്ക് അവരുടെ കൂടെ മുമ്പോട്ട് പോവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിയതാണ്. നൈറ്റ് ഉറക്കമൊന്നുമില്ല, ലൈവ് കണ്ടിരിക്കുക, അതൊരു സമാധാനം. പോൾ വാക്കർ ബ്രോ, താങ്ക് യു സോ മച്ച് 100. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദിവസം ഈ കാര്യങ്ങളൊന്നും ഇടാഞ്ഞത്. ആൻഡ് ആ ഒരു ബർത്ത്ഡേ ദിവസം പോലും ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ബർത്ത്ഡേ ദിവസം പോലും ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇവിടെ വളരെ ഒറ്റയ്ക്കായിരുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ബർത്ത്ഡേ ഞാൻ കഴിഞ്ഞൊരു 5.5 വർഷത്തിനകത്ത് ഞാൻ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എനിക്കതിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ബർത്ത്ഡേ ദിവസം ജോക്കിയും ബാബു ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ചന്ദ്രൻ എത്താൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ബർത്ത്ഡേ കഴിഞ്ഞൊരു 4-5 വർഷത്തിനകത്ത് എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു. അതെനിക്ക് ഭയങ്കര വിഷമമായ ഒരു കാര്യവും കൂടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ അന്ന് തന്നെ പറയണം എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് തന്നെ അനൗൺസ് ചെയ്തത് അതുകൊണ്ടാണ്. സോ അല്ലാതെ നിങ്ങൾ TV എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ അങ്ങനെ അത് ചെയ്തത്. കാരണം ദയവിട്ട് താങ്ക് യു സോ മച്ച് നോബിൻ ബ്രോ. കാരണം ഞാനിവിടെ ചെന്നൈയാണ്, ഇവിടെ മലയാളികളൊന്നും ഇല്ല, ഇവിടെ എന്തോ പറയണമെന്ന് അറിയില്ല, പഠിക്കാൻ വന്നതാണ് നേവി. ജോൺ ബ്രോ എല്ലാം സെറ്റാവും, ശരിയാവട്ടെ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഇതായതാണ്. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായെന്ന് പറഞ്ഞാൽ അതിൽ പോയ ആൾക്കാരിൽ കുറച്ച് പേര് എല്ലാവരും എന്നെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വിഷ് പോലും ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കത് ഒരുമാതിരി ഭയങ്കര ബാഡായി. അതായത് വിഷമമായി എനിക്ക്, സത്യം പറഞ്ഞാൽ. ബാഡെന്ന് പറയാൻ എനിക്ക് ഭയങ്കര കുറച്ച് വിഷമമായി കുറച്ച് ആൾക്കാർ അങ്ങനെ ചെയ്തപ്പം. അപ്പം എനിക്കറിയാം ഇത് എത്ര സംസാരിച്ചാലും സോർട്ടായി സെറ്റാവാൻ പോണില്ല എന്നുള്ളത്. ആൻഡ് ത്രൂ ഔട്ട് ദ ഡേയ്സ് ഇത്രയും ദിവസം നമ്മൾ പോയവരെ പറ്റി അല്ലെങ്കിൽ ഇപ്പം മാറി നിൽക്കുന്ന ആൾക്കാരെ പറ്റി മാത്രമാണ് സംസാരിച്ചിരുന്നതും ആലോചിച്ചിരുന്നതും. ഞാൻ അപ്പോഴും മെയിനായിട്ട് ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഇത് ഇന്ന് തിരിച്ചു വരും, നാളെ തിരിച്ചു വരും, അല്ലെങ്കിൽ ഇന്ന് എപ്പോൾ തിരിച്ചു വന്നാലും ഞങ്ങളിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നിന്ന് കുറച്ച് പേരെ ഞാൻ ശരിക്കും പറഞ്ഞ് ഇഗ്നോർ ചെയ്തതുപോലെ ആണ് എനിക്ക് തോന്നിയത്. സോ അതുകൊണ്ട് ഞാനിപ്പം പോയവരിൽ ഈ പറയണതുപോലെ അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ലോട്ട് റിബലിന് വേണ്ടി ഒഴിച്ചിടുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് അത് അവനും എൻ്റെ ലൈവിൽ പറഞ്ഞാണ്, ഞാനും എൻ്റെ ലൈവിൽ പറഞ്ഞാണ്. ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യം. എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. അതിങ്ങനെ മുന്നോട്ട് കൂടുതൽ വേഴ്സാക്കാനും എനിക്ക് താല്പര്യമില്ല. സോ അതുകൊണ്ട് പോയ ആൾക്കാർ ഇപ്പോൾ ഒരാളെ മാത്രമായിട്ട് എടുത്താൽ അവരത്രയും പേര് ഒരുമിച്ച് മാറി നിന്നതാണ്. ഒരാളെ മാത്രമായിട്ട് തിരിച്ചു വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല. വിളിക്കുവാണെങ്കിൽ അവരെ എല്ലാവരെയും വിളിക്കണം, മനസ്സിലായോ? അപ്പോൾ എല്ലാവരുമായിട്ട് വരുന്ന ഒരു കാര്യം പോസിബിൾ അല്ല. സോ അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം മെയിൻലി നമ്മുടെ TVക്കകത്ത് ഇപ്പോഴും സ്റ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നിന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവണം എന്നുള്ളൊരു ഇതാണ്. സോ വേറെ ക്യാരക്ടറൊന്നുമില്ല. ഐ വിൽ ബി കണ്ടിന്യൂയിങ് TVA അസ് പരുന്തു വാസു ഇറ്റ് സെൽഫ്. ഞാൻ ഇന്ന് തൊട്ട് ഗ്യാങ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഇവിടെ തന്നെ നല്ല തുടക്കം, വെള്ളത്തിൽ വീണ് ചത്ത് കേട്ടാ. സോ അപ്പോൾ ഇവിടുന്ന് തന്നെ എനിക്ക് വേറെ ക്യാരക്ടറൊന്നും ക്രിയേറ്റ് ചെയ്ത് കളിക്കണ്ട. നമ്മുടെ പിള്ളേരല്ല, ഇവരെ കുറച്ച് പേര് ഉണ്ടാകുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇവിടെ ഉള്ള ആൾക്കാരെ വെച്ച് ഞാനിത് മൂവ് ഓൺ ചെയ്യാൻ പോവുകയാണ്. സോ പുതിയ ഫേസസ്, പുതിയ ആൾക്കാരൊക്കെ TVയിൽ എന്തായാലും ഉണ്ടാവും. ആൻഡ് എനിക്കൊരു ഗ്യാങ്ങിൻ്റെ ഒരു മുമ്പോട്ടുള്ളൊരു കാര്യം കൂടി നോക്കണം. നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരാണെങ്കിലും അവർക്കാണെങ്കിലും ഭയങ്കര കുറച്ച്
ബാഡ് അടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇത്രയും ദിവസമായിട്ട് ഈ പറയണത് പോലെ ഞാനും ഇനാക്റ്റീവ് ആയിരുന്നു, ഞാൻ അവരുടെ കാര്യവും നോക്കണില്ല എന്നുള്ളൊരു ഇതാണ്. അതുകൊണ്ട് എനിക്ക് ടി വി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് താല്പര്യം. ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ഗ്യാങ് കളയാൻ എനിക്ക് താല്പര്യമില്ല. സോ ഗ്യാങ്ങായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് എനിക്കും ഇപ്പം താല്പര്യം. അപ്പം വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഇപ്പം കറൻ്റ്ലി അങ്ങനെ അർജൻറ്റ് ഒരു റിക്രൂട്ട്മെൻറ്റും കാര്യമൊന്നും ഉണ്ടാവത്തില്ല. അർജൻറ്റ് റിക്രൂട്ട്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കിപ്പോൾ സിറ്റുവേഷൻ കാരണം അങ്ങനെയൊന്നും എടുക്കുന്നില്ലല്ലോ. ഓഹോയ്. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ ഓഹോയ്. ഇപ്പം എൻ്റെ ഒരു മൈൻഡിൽ ഇത് പയ്യെ നമ്മുടെ കൂടെ നിൽക്കും ഓഹോയ് എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരെ ഫ്യൂച്ചറിൽ എന്തായാലും ടി വിയിലോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. സോ എനിക്ക് ആരോടും ഹെയ്റ്റ് ഒന്നുമില്ല, ആരോടും ഇതൊന്നുമില്ല, ആരെപ്പറ്റിയും എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. അതിനിപ്പോൾ എന്നെ പറ്റിയാണെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാമെന്ന് ഞാൻ ഫ്രം ദ ഫസ്റ്റ് ബിഗിനിങ് ഓഫ് ദ ലൈവ് തൊട്ട് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓഹോയ്. അപ്പോൾ അത് അവർക്ക് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എനിക്ക് ആരെപ്പറ്റിയും ഒന്നും പറയാനും പരാതി പറയാനും ഒന്നുമില്ല. ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ മുമ്പോട്ട് പോവാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തുടങ്ങിയൊരു കാര്യമാണ്. എൻ്റെ കൂടെ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട്. പോയവരും നിന്നവരും എല്ലാവരും നല്ല കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ഇത് തുടങ്ങിയവൻ ഞാനാണ്. അത് ഞാൻ പറയാണ്, ഇത് തുടങ്ങിയവൻ ഞാനാണ്. സോ എനിക്കപ്പം ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ ഗ്യാങ്ങിനെ കാണാൻ പറ്റത്തില്ല. ഇത് തുടങ്ങിയത് ഞാനാണ്. കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. അവരെ ആരെയും ഞാൻ പുച്ഛിക്കത്തില്ല, അവരെ ആരെയും ഞാൻ ഒന്നും പറയത്തില്ല. അവർക്കൊക്കെ ഇതിൽ വലിയ റോളുണ്ട്. സോ അത് ഞാൻ ഒരിക്കലും പുച്ഛിച്ച് പറയത്തില്ല, താത്തു പറയത്തില്ല. ഇന്ന് ഇവിടെ നിന്നും ഇറങ്ങി മാറിപ്പോയവരാണെങ്കിലും ആരാണെങ്കിലും ടി വിക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺസ് അഗെയിൻ ഐ എം താങ്കിങ് ഫ്രം മൈ ബോട്ടം ഓഫ് ദ ഹേർട്ട്. ഇത്രയും നാൾ ടി വിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത എല്ലാവർക്കും, ആ ഇറങ്ങിയ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് പരുന്തു അസു എന്ന് അല്ലെങ്കിൽ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരാളുടെ സൈഡിൽ നിന്ന് ഞാൻ എൻ്റെ താങ്ക് യു പറയുകയാണ്. പക്ഷേ ഐ എം സോ സോറി, എനിക്ക് ഇങ്ങനത്തെ ഒരു നിലയിൽ ഈ ഗ്യാങ് എനിക്ക് ഇവിടെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് ഈ ഗ്യാങ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. സോ ആർക്കെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ചു വരണമെന്ന് തോന്നുവാണെങ്കിൽ, ലൈക്ക് അവർ അങ്ങനെ എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് വന്ന് പറയുവാണെങ്കിൽ ഐ വിൽ ബി ലൈക്ക് ദെയർ ഫോർ യു. ഞാൻ ഉറപ്പായിട്ടും ഞാൻ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ഡിമാൻഡ്സും അതൊന്നും വെച്ച് എൻ്റെ അടുത്ത് വരേണ്ട ആരും. അതാരുടെ എനിക്കിപ്പോഴും ഞാൻ പറയുകയാണ്, എനിക്ക് അങ്ങനെ ഡിമാൻഡ്സും ഇതൊന്നും വേണ്ട ആരുടെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഹോണസ്റ്റായിട്ട് ടി വിക്ക് വേണ്ടി കളിക്കണം എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആ ഗേറ്റ് നിങ്ങൾക്ക് എപ്പോഴും തുറന്നിട്ടിരിക്കുമായിരിക്കും. ഓൾവേസ് വെൽക്കം. ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കൊരു ഇത് പറയാനില്ല ഗൈസ്, സത്യമായിട്ട്. അത് ഞാൻ ഉറപ്പ് പറയാം. പോയവരിൽ ആരാണെങ്കിലും ഇൻഡിവിജ്വലി എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ പറയുന്ന ഗ്രൂപ്പായിട്ട് മറ്റേ ഇന്നതുപോലെ ഇന്ന ആൾക്ക് വേണ്ടി സ്ലോട്ട് ഒഴിച്ചിടുക അങ്ങനെയൊന്നും അല്ല. കാരണം എനിക്ക് ടി വി കളിക്കണം, എനിക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറയുവാണെങ്കിൽ ആ പോയവരിൽ ആരെയാണെങ്കിലും ഞാൻ തിരിച്ചു കയറ്റും. അതിന് ആരെയാണെങ്കിലും പോയവരിൽ എത്ര പേരുണ്ടോ എത്ര പേരിൽ ആരാണ് എനിക്ക് ടി വിക്ക് വേണ്ടി കളിക്കണം എന്ന് എന്നോട് തിരിച്ചു വന്ന് പറഞ്ഞാൽ അത് ഇനി ആരോ ആയിക്കോട്ടെ. ഞാൻ ചിലപ്പോൾ ഒരാളുടെ പേര് എടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അത് ആൾക്കാർക്ക് ഫീൽ ബാഡാവും. അപ്പോൾ ബാക്കി അതിനകത്ത് പോയ ആരാണെങ്കിലും ലൈക്ക് ഈ ഡിമാൻഡ്സ് ഇതൊന്നും വെക്കാതെ ടി വിക്ക് വേണ്ടി കളിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ തിരിച്ചു കയറ്റാം. അല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല. വരാതിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഗ്യാങ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ന്യൂ പീപ്പിൾ വിൽ ബി ദെയർ ഓൺ ടി വി എ. ആൻഡ് ടി വിയിൽ ആരെയൊക്കെ റിക്രൂട്ട് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ്. അതിലാരും ഇടപെടുന്നതും ഇതാക്കുന്നതും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് സോ ഫ്രം ഹിയർ എനിക്ക് ഇങ്ങനത്തെ ഒരു നിലയിൽ ഇത് നിർത്തിയിട്ട് പോകണ്ടെന്നാണ് എൻ്റെ താല്പര്യം. സോ അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ സിറ്റി, വെൽക്കം ബാക്ക് ടു ടി വി എ. ഇന്നോട്ട് ടി വി എ ആക്റ്റീവ് ആയിരിക്കും. ഓൾ ഗ്യാങ് ആക്ടിവിറ്റീസ്, ടർഫ്, ബാക്കി ഇതൊക്കെ ഇവിടെ വന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹലോ ഇത് കേൾക്കണില്ല. ഇത് ഏത് ബട്ടൺ ആയിരുന്നു പറഞ്ഞ ഓൾട്ടാണോ? ഹലോ കേൾക്കാവടാ? ഹലോ വോയിസ് ചാറ്റ് എനേബിൾ. ഓയ്യോ, മൈക്രോഫോൺ എനേബിൾ. അതെന്താടാ? പുഷ് ടു ടോക്ക്. അതെന്താടാ? SFX വോളിയം ഡ്യൂറിങ് ചാറ്റ്. ഹലോ
ഇതെന്താ ഇങ്ങനെ എല്ലാരും? ഹലോ എടാ കേക്കാവോ? ഹലോ മൈക്രോഫോൺ വോളിയം കൂട്ടുന്നോ? വോയിസ് ചാറ്റ് മൈക്രോഫോൺ അല്ലേ ഇവിടെ? വോയിസ് ചാറ്റ് മൈക്രോഫോൺ വോളിയം അപ്പാപ്പനടുത്ത്. ഹലോ കേക്കാവോ? അപ്പാപ്പനോട് 1 മാസം എന്തായിരുന്നു യാങ് ഹൗസ് പരിപാടി? എടാ കേക്കാവോ? ഹലോ 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 എടാ ഡിഫോൾട്ട് സംസാരിക്കുന്ന ബട്ടൺ ഏതായിരുന്നു? അതെവിടെ മാറ്റുന്നേ? കീബോർഡില്ലേ അവന്റെ എന്തോ ഊമ്പിയ കോമഡി പറയാൻ വരണം കേട്ടാ. അർജുൻ ദാസ് അല്ലേ ഇത്? വള്ളിയും കടത്താലാ വെച്ചു. അർജുൻ ദാസ് ആണോ? അടുത്ത വണ്ടി മകനെ പൊട്ടിച്ചേക്ക്. ചന്ദ്രടിക്ക് സപ്പോർട്ട് ഉണ്ട്, ബാക്ക് സപ്പോർട്ട്. ഒരു സംഭാരം തരും. അടുത്ത വണ്ടി ഞാൻ അടിക്കേ. വള്ളി പെയിന്റ് ആണ്. മന്ദാരം സംഭാരം ഉണ്ടോ? സംഭാരം സംഹാരോ കേക്കാലോ മറന്നോണ്ണാ. മറന്നു പോടാ, കൊറേ നാളായില്ലടാ. അണ്ണ എവിടെയായിരുന്നു? അല്ലല്ല ഞാൻ ചിറാപ്പുഞ്ചിൽ വരെ പോയതാണ്. അവിടെ ഭയങ്കര മഴയാണെന്ന് അറിഞ്ഞ് കളിയാ. അണ്ണ അവസാനത്തെ ഒരു കൊലവണ്ടി തൂങ്ങി വീടിനകത്തോട്ട് പോകണം നമ്മൾ കണ്ട അവസാനം. നമ്മൾ ഒരുമിച്ചാണ് കേറിയത്. നീ ഞാൻ പക്ഷെ എന്റെ അടുത്ത ദിവസം തന്നെ ഇറങ്ങിപ്പോയി. ആണല്ലേ? ഞാനവിടെ 1 മാസം കാണാൻ. ഞാൻ നീണ്ട 1 മാസം അതിന്റെ അകത്തായിരുന്നു കേട്ടാ. ഞാൻ ഇടയ്ക്കൊരു നോക്കിയപ്പോ സിറ്റിയിൽ വന്നായിരുന്നു. അല്ല അണ്ണാ, ഞാൻ ഇടയ്ക്കൊരു സിറ്റി വന്നേ. ഞാൻ നോക്കിയപ്പോഴത്തേക്കും മാതാ മുതുക്കിന്റെ സൈഡിൽ കുനിഞ്ഞിരിക്കണ്. ഞാൻ ചന്ദ്ര കാശൊന്നുമില്ല ഇപ്പം, പണ്ടെടുത്ത പോലെയല്ല. വാസോണ ലോക്കറിന്റെ താക്കോലും കൊണ്ടാ പോയത്. എടാ അതെന്താ വന്നാലും ചന്ദ്രൻ റിയൽ ലൈഫിൽ ചെയ്യണത് നീ ഇവിടെ തുടങ്ങിയാ? അണ്ണ ചന്ദ്ര തമിഴ്നാട്ടല്ലേ, ഒരു കൊച്ചിനെയൊക്കെ കൊണ്ടുവന്നില്ലേ കുഞ്ഞിരുന്ന്. ചന്ദ്രൻ പ്രസവിച്ചാണ്. 10-12 കിലോ ഗെയിമാണോ അതോ നമ്മുടെ വണ്ടിയാണോ? എന്റെ വണ്ടി എന്താണ് കടി? ബൈക്കിലില്ല ചന്ദ്രൻ ബൈക്കിലില്ലേ? ഞാൻ ബൈക്കിലില്ലേ? വണ്ടി പോയി കണ്ണിലോടായിട്ടില്ല. കണ്ണ് വന്നിട്ടില്ല. ആയിട്ടില്ല. എനിക്കൊരു മെസ്സേജ് ഇടണം അതിനകത്ത്. ആരാ വിളിക്കുന്നു ബാക്കിരുന്ന്? കാണുന്നുണ്ടോ അണ്ണാ? ഇല്ലവനെ, നീ വള്ളിയൊക്കെ എടുക്കാൻ എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിന്നടാ? ഞാൻ സമാധാനത്തിന്റെ പാതയിലാണ്. എന്നാലും നീയൊക്കെ എങ്ങനെ പിടിച്ചു നിന്ന്? അതാണ് എന്റെ ചോദ്യം. സമാധാനത്തിന്റെ പാതയിൽ കണ്ണപ്പിയാരടിച്ചു വന്നായിരുന്നു. മൈൻക്രാഫ്റ്റ് എന്താണെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ ഇതൊക്കെ ഭയങ്കര ഇങ്ങനെ ഇരിക്കണ മറ്റേ മൈൻക്രാഫ്റ്റ് പോലെ. മറ്റേ ടെക്സ്ചർ ബഡ്ജറ്റ് കൂട്ടിട്ടൊക്കെ. അതല്ല, ഈ സ്പീഡോമീറ്റർ ഒക്കെ എങ്ങനെയാ മാറ്റുന്നേ? അത് T/HUD ട്യൂട്ടോറിയൽ. T/HUD മറ്റേ സ്പീഡോമീറ്റർ ഉണ്ട്. കാണാറില്ലല്ലോ. മന്ദാരം, നിന്റെ പേര് ഞാൻ നാളെ കണ്ടുപിടിച്ച് നോക്കിയോ, നിന്നെ ആക്കി തരാം. നീ ബ്രേക്ക് കംബാക്ക് ശ്രീയിലാണ് ഞാൻ ഇടും, എന്നിട്ട് കടിക്കും. നീ ഇറങ്ങി നമ്മുടെ പുതിയ ആളെടുത്ത് നമ്മള് പറ്റുമോ ചന്ദ്രു? കളിച്ച് നോക്ക് ബ്രോ. മാവാ ബ്രോ, ഞാൻ ട്രൈ ചെയ്യാം ബ്രോ. ഉറപ്പായിട്ടും.
വാസന വണ്ടി ഇരിക്കുവാണ്ടാടാ എടാ അത് ഞാനൊരു സാധനം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. കുഴപ്പമില്ല വാ വാ പിടിച്ചോണ്ണ വാ 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 വാ. അത് പിന്നെ സെറ്റ് ചെയ്യാം. താങ്ക് യു. വാ, വാ, വാ. അതിടാ. എണീടെ അങ്ങട്ട് അല്ല അവനെ എണീപ്പിന്റെ പൈസ ഇപ്പൊ അടിയൊക്കെ കൊടുത്തു. കണ്ണീരിൽ എന്താ പരുന്ത്, അത് പാട്ട് മാറിപ്പോയതാ. വാ വാ വാ. എന്താ ചന്ദ്രൻ മെലിഞ്ഞല്ലോടാ, നീ അങ്ങ് ക്ഷീണിച്ചോ? കാണാറില്ലല്ലോ. ഇവിടെ എന്താ ഇല്ലായിരുന്നോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇപ്പം. അവിടെ എന്താ ഇവിടെ എനിക്കറിയത്തില്ല. സ്റ്റെയർകേസ് നീ ഇളക്കി വിറ്റാ? അതൊക്കെ ഇളക്കി വീടിന്റെ പകുതിയും പൊളിച്ചു വിറ്റതാ. ഇവിടെ സ്റ്റെയർകേസ് ഉണ്ടോ? ദേ, ഞാൻ വേറെ പോണുണ്ടോ? നമ്മള് ദാരിദ്ര്യം എനിക്ക് സ്റ്റെയർകേസ് ഇല്ല. പീസിങ് എനിക്ക് നമ്മളെ കാണാത്തോണ്ട് ഇത് ആരിത് ഇതാര് എനിക്ക് അങ്ങനെ ഞാൻ 10 ദിവസം കുറച്ച് ദിവസം നമ്മളില്ലെന്ന് പറഞ്ഞ് സാവേജ് റിക്രൂട്ട് ചെയ്തണ്ണ. ഇത് വാഴയ്ക്ക് ഇത് പുതിയ ലീഡർ. ഇവിടെ എത്തി. ഇതൊക്കെ ഇവിടെ ആളില്ലാത്ത സമയത്ത് ഉമ്മാരായിരുന്നു താമസം ഇവിടെ. പ്രശ്നമാണല്ലപ്പാ. ഗ്രാഫിക്സില് ആളില്ലാത്ത സമയത്ത് എല്ലാം വന്നു കേട്ടാ. വാസുന്റെ ഫോട്ടോയിലേക്ക് എന്തോ ഒരു വെള്ള കളർ സാധനം ഇരിക്കുന്ന ലിക്വിഡ് ഇറങ്ങി എന്തിനെന്ന് അറിഞ്ഞു കേട്ടാ. പൂപ്പലാണ്. ഇത് ആളില്ലാത്ത വാക്ക് നോക്കി ആരോ ഇത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു സത്യം പറ. പിന്നെ ഫോട്ടോയിലൊക്കെ ഒരു വെള്ള കളർ കേട്ടാ. എന്താ പ്രശ്നം എന്റെ റൂം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് ഓയോ ആക്കിയത്. ഇതിലൊക്കെ ജോക്കിയായിരുന്നു ഇത്ര നാളോടെ. പുതപ്പൊക്കെ പോയപ്പോ കറുത്ത പുതപ്പായിരുന്നു, വെളുത്ത പുതപ്പായിട്ട് കിടക്കണകത്ത്. എന്റെ ഇതൊക്കെ അവിടെ ഉണ്ടോ നോക്കട്ടെ. അല്ല നമ്മുടെ ഇതിനകത്തൊക്കെ സാധനം മറച്ചു വിറ്റോ നോക്കട്ടെ. ഇവിടെ എങ്ങാണ്ടല്ലായിരുന്നു ഓപ്പൺ ബോസ് ലോക്കർ. കൊടമ്മോര്, കാന്താരി, 5 കൊടമ്മോരും 5 പഴങ്ങഞ്ഞിയും മാത്രമുണ്ട്. തോക്കൊക്കെ താഴെയല്ലേ? ഓ സെറ്റ്. കൊടമ്മോര് വിസ്കി ഒന്നും വേണ്ട. കൊടമ്മോരും സംഭാരം ഞാൻ പറയണെങ്കിൽ ഒരടിക്കുള്ളുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ട് പൊത്തും നമ്മൾ. നമ്മുടെ വാടക കൊടുത്ത് ഓയോയായിട്ടെന്തോ കൊടുത്തേക്കുമായിരുന്നു. എന്താ അവിടെ വല്ലോ പിന്നെ ഫോട്ടോ കട്ട് ചെയ്ത് പോയിട്ടുണ്ടോ പാലാരി? അണ്ണാ ഇത് സാവേജ് പമ്പും ഗാംഗോസ് കോംബോ ഓഫറിന് വിറ്റതാണ്. സാവേജ് ഇവിടെ ആരാ ഗ്യാങ്ങോസ് ഇത്ര നാൾ നോക്കിക്കൊണ്ടിരുന്നേ? നിന്നെ ഒന്നും ഒരു സാധനം ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ പറ്റൂലേ? 10 ദിവസം കണ്ടില്ലേ മറക്കോ? ജോക്കിയുടെ ഫോട്ടോ ആരെ കട്ട് ചെയ്തു കേട്ടാ? എല്ലായിടത്തും വേറൊരു കാര്യം, ആൻഡ് ഈ ഒരു ഇമേജസിനൊന്നും റീപ്ലേസ്മെന്റ്സ് ഉണ്ടാവത്തില്ല. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. ഈ ഒരു ഇമേജസിനൊന്നും റീപ്ലേസ്മെന്റ്സ് ഉണ്ടാവത്തില്ല. എടാ ഞാൻ വരാം, നിങ്ങൾ താഴോട്ട് ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു ഇമേജസുകൾക്ക് ഒന്നും റീപ്ലേസ്മെന്റ്സ് ഉണ്ടാവത്തില്ല. ഇതെല്ലാം ത്രൂ ഔട്ട് ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. എന്താണോ ഇപ്പൊ എങ്ങനെയാണോ ഈ ഗ്യാങ് ഹൗസിൽ അതുപോലെ തന്നെ ഉണ്ടാവും. ഇതൊന്നും അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഇതെല്ലാം എനിക്ക് ടിവിയിലെ ഒരു വണ്ടർഫുൾ മെമ്മറീസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും അങ്ങനെ റീപ്ലേസ് ചെയ്യത്തില്ല. ഈ ഒരു സാധനങ്ങളൊന്നും എടുത്ത് കളയാനും എടുത്ത് മാറ്റാനും ഒന്നും താല്പര്യമില്ല. ഇനി അത് മാറ്റ് ഇത് മാറ്റ്, അവരില്ലാത്തവരല്ലേ, അങ്ങനത്തെ ഒരു ഡയലോഗും ഇത് വേണ്ട. അപ്പോൾ അത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതെനിക്ക് എന്തായാലും എടുത്ത് മാറ്റാനുള്ള താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ ഗ്യാങ് ഹൗസ് എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് ഇനി വേറെ മാറ്റങ്ങളും ഒന്നുമില്ല. മേ ബി പുതിയ മെമ്പേഴ്സ് അല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ ഇതിനുള്ള ആവശ്യത്തിനുള്ള ആൾക്കാർ വരുമെന്നല്ലാതെ അത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഡു ലൈക്ക് ദ സ്ട്രീം. ലൈക്ക് അടിക്കുന്ന 8.5 ഒക്കെ ഉള്ള ലൈക്ക് അടിച്ചില്ല 4000 പേര്.
എത്ര പേര് വന്നു? 1 2 3 4 5 6 7 8 9 10 11 12. 12 പേര്. അപ്പൊ നമ്മൾ ഏകദേശം ടോട്ടൽ എല്ലാം കൂടി 24 പേരെന്തോ ഉള്ളു കേട്ടോ മൊത്തത്തില്. എന്തൊക്കെയാണ് വിശേഷങ്ങളൊന്ന് പറ കേട്ടെ. ആ എടാ എല്ലാവർക്കും സുഖമല്ലേ? അണ്ണന് സുഖല്ലേ എടാ അല്ല ഞാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്താ ജീവിച്ചോണ്ടിരുന്നേ? ഇത് മതാരം ആയിട്ട് ഇപ്പൊ ഞാൻ കണ്ടതാ ചന്ദ്ര 24 ബാക്കിയുള്ള വായിൽ എന്തേലും ഉണ്ടല്ലോ ചന്ദ്ര? എന്താണ് നിന്റെ ഞാൻ വായില്? ഫുഡ് തമ്പാക്ക ഡിപ്രഷൻ തമ്പാക്ക വെച്ചാണ് ജീവിച്ചത് ഇത്ര നാള്. തമ്പാക്കും ചായയും പിന്നെ പപ്സും. എടാ നിന്റെ ഈ കമ്പിയാണോ ഈ സംസാരം നിർത്തോ ബാല? മര്യാദക്ക് സംസാരിനെ. ഇതൊക്കെ കേട്ടിട്ട് കമ്പിയായോ? ആവും വികാരമുള്ളവൻ. എടാ ഞാൻ എല്ലാരും നിങ്ങൾ സന്തോഷത്തോടിരിക്കുന്നതിൽ എനിക്ക് സന്തോഷം കേട്ടാ. എല്ലാരും ഭയങ്കര പ്ലസന്റ് ആയിട്ടിരിക്കണം. ഇതാരും കീരിയാണോ അവിടെ ഇരിക്കണേ? വന്ന ഉടനെ കോലിയുടെ ബസ് എനിക്കല്ലേ ഒറ്റ കാര്യം ആലോചിച്ച് നോക്കിയ ചന്ദ്ര, 5 വർഷം നമ്മള് മറ്റേ പട്ടിയെ പോലും ഇവിടെ കിടന്ന് കളിച്ചിട്ടേ ആക്റ്റീവ് ആവാത്തവൻ ഇവിടെ കളിക്കാൻ വന്നപ്പോ ഗ്യാങ് ഡിസ്പേഴ്സ് ആയി പോയി. അതും ഇവിടെ സത്യം. അവൻ വന്നതിന്റെ അന്നോട്ട് ഇവിടെ സിറ്റിയിൽ ആരും കേറിയിട്ടില്ല. സിറ്റിയിൽ നല്ല TV ഇല്ലായിരുന്നു ഇവിടെ. എന്നിട്ട് ഇപ്പൊ കോലിഡർ ഇപ്പൊ ഇങ്ങനെ എന്നിട്ട് കോലിഡർ ഒക്കെ കുറഞ്ഞല്ലോ. ഇപ്പൊ എന്ത് ചെയ്യും നമ്മള്? ഞാനാണ് ഇനി അടുത്തൊരു ഇതിലുള്ള ആള് ഞാനാണ്. ഇപ്പം എന്തൊക്കെയാണ് അങ്ങനെ. എടാ അല്ല അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ സിറ്റിയിൽ ഉണ്ടായിരുന്നവരൊക്കെ ഇത്ര നാള് വള്ളി ഇതൊന്നും വന്നില്ല നിങ്ങൾക്കൊന്നും? ക്ഷമിച്ചുവിടാന്ന് പറഞ്ഞാ എന്താ ഞങ്ങള് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ അങ്ങനെ വിടുവോ? അതോ ഒഴിഞ്ഞു മാറി പോവോ? അതെ ഇല്ല അവരിങ്ങനെ എന്താ എന്ത് പറ്റി ബ്രോ എന്നൊക്കെ ചോദിക്കപ്പോ അവര് സോറി പറയും, നമ്മള് സോറി അങ്ങ് വിടുകണ്ണ. വിട്ടാര് മതാരയാ? അല്ല സ്നൈപ്പൊക്കെ അങ്ങനെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നൈപ്പ് എന്ത് ചെയ്യേ? സ്നൈപ്പിനെയൊക്കെ വായില് തുണിയും തിരികെ കൊണ്ടുവന്നതാണ് കേട്ടോ. 2 ദിവസം വിട്ടത്. എടാ ഇനി എന്തായാലും നമുക്ക് അങ്ങനെ ഒരു ഇത് വരത്തില്ല. ഇനി നമ്മള് അങ്ങോട്ട് എന്തായാലും ഇനി നമ്മള് എന്താ ഒറ്റ കിടത്തില്ല. നമ്മള് 7 പേര് ഒരുമിച്ചങ്ങ് വരും. നമ്മളിപ്പോ ഉള്ള ഒരു 10 പേര് വന്ന് ഞാൻ മുന്നിന്ന് സോറി പറയും. അങ്ങനത്തെ രീതിയിൽ നമുക്കൊക്കെ സെറ്റാക്കാം, ഡീൽ ചെയ്യാം. കുഴപ്പമില്ല. എന്തായാലും ഇത്ര നാള് നീക്ക് അടിയും വഴക്കൊന്നും ഉണ്ടാക്കാതെ പിടിച്ചു നിന്നല്ലോടാ. അത് വലിയ കാര്യം കേട്ടാ. വലിയ കാര്യം. അപ്രീഷിയേറ്റബിൾ. ഡെയിലി കേറിയിട്ട് നമ്മള് അടിയൊന്നും ഉണ്ടാക്കിയില്ല. അതാണല്ലേ ഡെയിലി കയറി നിങ്ങളൊക്കെ അല്ലേ? അപ്പൊ ഇതുവരെ ഗ്യാങ് ഡ്രസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു? ഇല്ല അണ്ണാ, ഞാൻ പുറത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. തൽക്കാലത്തേക്ക് അസറ്റ്സ് ഒന്നും യൂസ് ചെയ്യണ്ട, നമ്മള് ബ്രേക്ക് എന്നുള്ള രീതിയിൽ എല്ലായിടത്തും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊരു റെസ്പോൺസിബിൾ ആണ് ചന്ദ്ര നീ. ഞാനത് അങ്ങനെയാണ്. അതിന് നാളെ വന്നിട്ട് കണ്ടന്മാരൊക്കെ കടന്ന് കൊട്ടായ ഉണ്ണെന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കണോ? എനിക്ക് പറ്റൂല അണ്ണൻ അങ്ങനെ വേറെ പറയണത്. കാരണം ഈ ഇരിക്കണമാര് ഒരുത്തന്മാരെ അവന്മാര് പറയില്ല അണ്ണ. ചന്ദ്ര പറയാതിരിക്കാൻ എനിക്ക് വയ്യ കേട്ടാടാ. അണ്ണാ അങ്ങനെയാണ് ഈ വൃത്തിയിട്ടവൻ അത് പറയൂ. അത് എനിക്ക് ഇഷ്ടമല്ല. അണ്ണനെ പുറത്തിരിക്കും, അണ്ണ പീസായിട്ടിരിക്കണം. എനിക്കതാണ് നല്ല പീസായിരുന്നു. സമാധാനം കൊണ്ടാണ് എനിക്ക് നിക്കാനും ഇരിക്കാനും ഒന്നും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. പീസായിരുന്നു, പീസ്ഫുൾ ഡേയ്സ് ആയിരുന്നു. എനിവേ ഇതാരാണ്? ഹലോ മാർഷൽ മെന്നി എന്നാണ് എനിക്ക് തോന്നണത്. ഹലോ ഇതാരാ? വായില്ലേട്ടാ വായില്ലേ? ഹലോ എന്തോ സംസാരിക്കുന്നുണ്ട്. ഹലോ ഇതാരാ? ഞാൻ ഓർത്തെന്ന് വെച്ചാൽ ഇവ വാടകയ്ക്ക് കൊടുത്തിട്ട് അടുത്ത ആള് വന്നു കേട്ടോ. അമ്മമാര് വന്നിട്ട് നമ്മുടെ വീട്ടിൽ ആരൊക്കെയോ നിക്കുന്നു. സത്യം ആരവൻ? അല്ല ഇവിടെ എന്താ നിക്കുന്നേ? അവിടെ പോയി ഇരുന്നേ. ഒന്നും കേട്ടോടെന്ന് തോന്നുന്നു. എടാ ഇവൻ ഇവിടെ നിക്കുവാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇരുന്നോടാ. മെമ്പർ കെവിൻ ഇരി. ഇല്ല ഫിൽറ്റർ ഒന്നും ഇല്ല ഇവിടെ ഫിൽറ്ററും ഇതൊന്നും ഇല്ല. ചെല്ല് ഫിൽറ്റർ വന്നിരിക്കണം. സൗത്തിന് എത്ര നേരം എഴുതിയൊക്കെ വരുന്നല്ലേ? ആ ചെറുക്കൻ തളക്കി വിളിച്ചപ്പോ കേറി വന്നല്ലേ?
ഞാൻ റെഗുലറായിരുന്നു. അണ്ണാ കണ്ണാപ്പി കമ്പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കണ്ടില്ല സിറ്റിയില്. കറണ്ടോ എന്ന് തോന്നുന്നു കേട്ടോ. കറണ്ടോ പോയാ വരും ബാക്കിയുള്ളവരൊക്കെ വരും. ബാബുക്ക് വരും ഗൈസ്, ബാബുക്ക് വരും. ഇന്നുണ്ടാവുന്നില്ല. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? അപ്പൊ ഒരു കാര്യം പറയാം ഗൈസ്. അപ്പൊ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഗ്യാങ് അസറ്റ്സ് ഒക്കെ ഉപയോഗിക്കാം. വള്ളി എടുക്കാൻ ഞാൻ ഇപ്പോഴേ പറയത്തില്ല, കാരണം നമ്മൾ ആൾക്കാർ വളരെ കുറച്ച് കുറവാണ് ഇപ്പൊ കറന്റ്ലി, അറിയാലോ. സോ വള്ളി എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. ഗ്യാങ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോ തന്നെ വള്ളിയാണെന്ന് ഇപ്പൊ പറയും. എന്നാ ഞാനുണ്ടല്ലോ അണ്ണാ, കഴിഞ്ഞ ദിവസം ഞാൻ സിറ്റി കയറിയപ്പം ഞാൻ നോക്കിയത്തേക്ക് 2-3 പയ്യന്മാര് വണ്ടി തട്ടിയെന്ന് പറഞ്ഞിട്ട് വളഞ്ഞെന്നെ. എന്നാ ഞാൻ നോക്കിയത്തേക്ക് നമ്മുടെ 81 റേഡിയോയില് ഒരു മനുഷ്യയില്ല. ആ റേഡിയോ തന്നെ ജാം ആയിരുന്നു സത്യം പറഞ്ഞ കയറിയ സമയത്ത്. അപ്പൊ ഞാൻ എന്തിനാ പറഞ്ഞ നേരെ നമ്മുടെ എലി വിദ്യാലയം പോയിട്ട് നമ്മുടെ പിള്ളേരൊക്കെ പഠിച്ചോണ്ടന്മാരൊക്കെ വലിച്ചു കറക്കി. സൂര്യ ബോസിന്റെ കത്തിയും കടുവാളൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോയി എല്ലാത്തിനും കൂടി. അടിച്ചില്ലേ എല്ലാത്തിനും എടുത്തിട്ട്. ഓ അലീന, ഞാൻ, എലി, സൂര്യ ബോസ്, ഇക്രുമോൻ, ശശികൊക്ക്, കൊറേ ആൾക്കാർ ടീം ഉണ്ടായിരുന്നു നമ്മുടെ. ശശികൊക്ക് അങ്ങനത്തെ പയ്യന്മാരൊക്കെ ഉണ്ട്. എന്നാ പിന്നെ എന്നെ വാരി പൊത്തിയിട്ട് പോയാനവൻ കണ്ണൊക്കെ എടുത്ത് വെടിവെച്ചാണ്. എനിക്ക് ഐക്യമുള്ളതുകൊണ്ട് നിനക്ക് വരുമോ? ശശികൊക്കിന് വരുന്നത് എത്ര എണ്ണം ഇരിക്കണ നേരെ സ്ട്രൈപ്പിന്റെ ഒക്കെ കാല് കണ്ട ഡോഗി. അത് എന്തൊരു ഷൂടാ അത്. അപ്പൊ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഗൈസ്, അപ്പം ഇന്നോട്ട് നിങ്ങൾക്ക് ഗ്യാങ് അസറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാം. എല്ലാവർക്കും ഗ്യാങ് വണ്ടി, ഗ്യാങ് വെഹിക്കിൾ, ഗ്യാങ് ഹെലി, ഗ്യാങ് ഡ്രസ്, ഗ്യാങ് ഷെഡി, ഗ്യാങ് പാന്റ് എല്ലാം യൂസ് ചെയ്യാം. സോ ഇന്നോട്ട് എല്ലാം യൂസ് ചെയ്യാം. ആൻഡ് കുറച്ച് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് കുറച്ച് ആൾക്കാർക്ക് പട്ടാളത്തിലോട്ട് പോകേണ്ട വന്നായിരുന്നു. നിങ്ങൾക്ക് അറിഞ്ഞ കാണുമല്ലോ അല്ലേ? അപ്പോൾ അവര് പട്ടാളത്തിലാണ് കറന്റ്ലി ഉള്ളത്. അപ്പോൾ അതുവരെ നമുക്കിപ്പോൾ കുറച്ച് ആൾക്കാർ കുറവാണ്. സോ എന്തെങ്കിലും വള്ളിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതനുസരിച്ച് വേണം നിങ്ങൾ സിറ്റുവേഷൻ എടുക്കാൻ. എന്ന് പറഞ്ഞ് വരുന്ന വള്ളിയെല്ലാം ക്ഷമിച്ച് വിടണമെന്നൊന്നും പറയണില്ല. സോ ഫ്യൂച്ചറിൽ നമുക്ക് ആൾക്കാർ അടിക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വരും. സോ അതുവരെ നിങ്ങൾ നിങ്ങളുടെയൊക്കെ സൈഡിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നൈസായിട്ട് ഡീൽ ചെയ്യാൻ മാക്സിമം നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. ആൻഡ് ഗ്യാങ്ങിൻ്റെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. നമുക്ക് ആ കളർ മാറ്റി സിയോണിലെ പഴയ ഗ്യാങ് ഡ്രസ്സ് തിരിച്ചു കൊണ്ടുവരാനാണ് എൻ്റെ പ്ലാൻ. സോ അപ്പോൾ സിയോണിലെ ഗ്യാങ് ഡ്രസ്സും സിയോണിലെ വണ്ടിയും നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ആ കളറിൻ്റെ ഇതൊന്ന് ചോദിക്കണം. ഇവിടെ വേറൊരു ഗ്യാങ്ങിന് ഈ സെയിം കളർ പാറ്റേൺ ഉണ്ട്. ആദ്യം അവരോട് പോയി നമുക്ക് പേഴ്സണലി സംസാരിച്ചിട്ടതിന് ശേഷം വേണം അത് സെറ്റ് ചെയ്യാൻ. സിയോണിലെ വണ്ടി കളർ വണ്ടിയുടെ ലിവർ കളർ പാറ്റേൺ ആണ്. അല്ല വൈഡിയസ് ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്ലി ഗ്യാങ് ആണോ? ഇല്ല, അവന്മാര് കണ്ട നേരെ വിളിക്കാം. നിന്റെ അച്ഛനൊന്നല്ലോ ചന്ദ്ര ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. വൈഡിയസിന്റെ അടുത്ത് നമുക്ക് സംസാരിച്ച് നോക്കാം എന്തായാലും. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും നോക്കി നോക്കാം. സോ അതോടെ നമുക്ക് ചേഞ്ച് ആക്കാം. ആൻഡ് ബാക്കി ഗ്യാങ് ആക്ടിവിറ്റികളൊക്കെ നമുക്ക് തുടങ്ങാം. അപ്പോൾ എത്രയുള്ളൂ, വേറെ അങ്ങനെ മീറ്റിംഗ് ഒന്നും ഇല്ല. ഇത് നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വിളിച്ചൊന്നേ ഉള്ളൂ, മീറ്റിംഗ് ആയിട്ടൊന്നുമില്ല. സോ നമുക്ക് ഇപ്പം കറൻ്റ്ലി ഉള്ള ആ ഒരു ഇതിൽ നമുക്ക് ആൾക്കാർക്കൊക്കെ ഫില്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരും സൂൺ. സോ അതുവരെയൊക്കെ നിങ്ങളൊന്ന് കാമായിട്ട് വെയിറ്റ് ചെയ്യുക. അടിയും വഴക്കും ഒന്നും വലുതായിട്ട് ഉണ്ടാക്കണ്ട, അത്രേ ഉള്ളൂ. ഞാൻ കോഹ്ലിയുടെ ചന്ദ്രൻ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനാണ്. എല്ലാവരും നന്നായിട്ട് പോവാ, സന്തോഷമായിട്ടും സമാധാനത്തോടും കേട്ടാ. വെൽ പ്ലേഡ്. അത്രേ ഉള്ളൂ. കുറച്ചാൽ പട്ടാളത്തിലായിരുന്നു, ഇപ്പൊ വയലതൊക്കെ എടുത്തുള്ളൂ. അവിടെ വലിയ ഗുണമൊന്നുമില്ലല്ലോ നിന്നെ കൊണ്ട്. അപ്പൊ ഞാൻ വാർച്ചാറ്റിലൊരു സാധനം ഇട്ടിട്ട് വരുന്നേ. വാർച്ചാറ്റിലൊരു സാധനം ഇടണം. എടാ ടർഫ് വന്നോടാ? മലക്കര കളിച്ചിട്ടാണ്. ഓ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാടാ. എന്തൊരു ഉത്തരവാദിത്തമുള്ള പൊണ്ടച്ചി. നോക്ക് ചന്തേ പോണ കണ്ട. എടാ ടർഫ് എങ്ങനെയാ? അപ്പൊ ഇവിടെ എത്ര പേരെ കളിക്കണേ? 15. ടർഫിന് മുമ്പ് ഫസ്റ്റ് ഒരു കൺസൈൻമെന്റ് ഉണ്ടായിരുന്നു. അതിന്റെ കണ്ടു വെച്ചിട്ടാണ് ഫസ്റ്റ് ടർഫ് അടിക്കുന്നത്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടെ എത്ര പേരാ?
15 10 വരുന്നു. 15 പേരാണല്ലേ? അപ്പം നമ്മള് മൊത്തം 15 പേരല്ലേ? അപ്പൊ പിന്നെ അത് പറഞ്ഞേരെ. 15 ഉറപ്പില്ല. 10 എത്രയാണ്? 10 12 എന്താണ്? 15 എല്ലാം തോന്നുന്നു. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഗണ്ണ് പിടിക്കാൻ അറിയാത്ത SRK അടക്കം കയറ്റിയാൽ പോലും 15 പേരില്ല നമ്മള്. ഞാൻ SRK നീ ഞാനൊക്കെ ഒരേ കാറ്റഗറിയിലാണ് ഞാൻ ഇട്ടിരിക്കണം, മനസ്സിലായ? നമ്മൾ അത്രയും പേരോട് ചേർത്താൽ പോലും നമ്മളിപ്പോ 1 2 3 ബാലനെ കോഹ്ലിയുടെ 12 വരെ ഉള്ളു. അത് ബുദ്ധിമുട്ടാവത്തില്ല. വേണ്ട, ഇവിടെ കുറെ പേരെ പൈസ കൊടുത്ത് ആരോ പറഞ്ഞ് അയച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടാ. ഞാനല്ല എന്റെ പൈസ ഇല്ല, ഞാൻ ദരിദ്രനാണ്. കൊടുത്താനെ. അപ്പൊ ഇത് വേറെന്തോ കൊടുത്തതാണ്. വേറെന്തോ കൊടുത്ത് ഇവിടെ 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 ഇപ്പൊ പുതിയ കോഹ്ലിഡർ ഒന്നും ഇല്ല. ഉള്ള കോഹ്ലിഡറിനെ കൂടെ ഒഴിവാക്കാനാണ് ഞാൻ നോക്കണേ. അത്ര അവൻ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയതാണോടാ. ഞാൻ എന്താ വരുന്നത്? ഞാൻ പോലെ എന്താ വരുന്നേ? എന്തിനാ പറഞ്ഞു? ഞാൻ അത് കേട്ട് ഓടിപ്പടച്ച് വന്നെയാണ് ഗേറ്റ് വരെ പോയിട്ട്. നിന്നെ മാറ്റുന്നില്ല. നിന്നെ കോഹ്ലിയുടെ സ്ഥാനത്ത് മാറ്റത്തില്ല. അണ്ണാ ഞാൻ ഇപ്പൊ ജിമ്മിലൊക്കെ എന്റെ കൈന്റെ വിരിവ് കണ്ടില്ലേ? ഓ കൊള്ളാം കൊള്ളാം കൊള്ളാം. നിന്റെ ബോഡിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ചന്ദ്ര. നീ ആ ഗ്യാപ്പില് നിന്റെ ബോഡിയൊക്കെ നോക്കി അടിപൊളിയാക്കിയല്ലേ? സെറ്റാക്കി ഓ സെറ്റ് സെറ്റ്. വേണ്ട ഒരു ഇതുണ്ട്, ഡയറ്റ് ഒക്കെ നോക്കുന്നുണ്ടല്ലേ? കൈക്ക് വിരിവുണ്ട് വിരുവുണ്ട്. ഒരു മിനിറ്റ് ചന്ദ്ര, ഞാനൊന്ന് വാർച്ചാറ്റിൽ ഇട്ടോട്ടെ. വാർച്ചാറ്റ് എന്തൊരു T/war ആണോ TV ആണോ? TV ഇല്ല അണ്ണാ, ഇത് T/. ഹലോ അണ്ണാ, KU KU Z NNA T/Chandran Numban is an invalid command. തെറ്റി. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ ഇട്ടോളാം. T/TV will be active as a അണ്ണാ gang പിടിച്ചണ്ണാ, ഗ്യാങ്ങിൽ എന്താ പേര് വിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു. today itself. From today. അണ്ണാ മറ്റേ പാട്ടറിയോ? പാൽമണം തോന്നുന്നു കുണ്ണ. ഞാനൊന്ന് ഇതൊന്ന് ഇട്ടോട്ടെ. ഓക്കെ, From today ഞാൻ ട്യൂൺ തരാൻ എന്തേലും മാസം അടിക്കാൻ വരെ ഇപ്പൊ തന്നെ ഡു കോണ്ടാക്ട് കഴിവേറെ മക്കളെ നമ്മൾ വന്നിട്ടുണ്ട്. co-leader ഇനി ഇങ്ങോട്ട് കുണയ്ക്കാൻ വരല്ലേ, അങ്ങനെ തന്നെയാണ്. ചന്ദ്ര കിരി ബോസ്. നിനക്ക് ധൈര്യം ഉണ്ടാ? be വാട്സാപ്പിലുള്ള ധൈര്യം ഉണ്ടാ? there ആ to വാട്സാപ്പില് TV സ്പേസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുണ്ടാണോ? എന്തിനാണോ? ഞാൻ പീസ്ഫുൾ മൈൻഡ് ആയിട്ട് വന്ന ഒരാളാണ്. അങ്ങനെ ലീഡർ ഉള്ളപ്പോ നമ്മ എന്റെ പേരോടൊക്കെ ശരിയാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അങ്ങനെ ഒരു ഇതില്ല ചന്ദ്ര. സത്യം പറഞ്ഞ ലീഡർക്കോ അങ്ങനെ വേർതിരിവില്ല. വാസോണ്ണ നോബഡി ആസ്ക്ഡ് അനോണിമസ്. അയ്യോ എടാ ഇവിടെ